അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേറ്റഡ് സ്ഥാപനമായിട്ടുള്ള ഷംസുൽ ഇസ്ലാമിക് അക്കാദമി എന്നിറങ്ങുന്ന ലൈംലൈറ്റ് ദ മൈമന്തിലി മാഗസിന്റെ അടുത്ത ലക്കത്തിന്റെ ഭാഗമായിട്ട് ദ ലിവിങ് ട്രഡീഷൻ സൂഫിസം ബിയോണ്ട് മിസ്റ്റിസം എന്നുള്ള ടീമില് കുറച്ച് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ട്. നമ്മളെ അന്നാബികളെ എഡിറ്റ് ചെയ്ത ദ ഇസ്ലാം ത്രൂ ഒബ്ജക്ട്സ് എന്നുള്ള ഒരു പുസ്തകത്തിന്. അപ്പോ ആ ഒരു പുസ്തകത്തിലെ 6ാമത്തെ ചാപ്റ്റർ കണ്ടായി വരുന്ന ക്യാപ്സ് ഹെഡ്സ് ആൻഡ് ഹേർഡ്സ് എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് കടക്കുമ്പോൾ ആദ്യമായിട്ട് സ്കോട്ട് ഗൂഗിൾ ആണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തെ പരിചയപ്പെടുന്നു, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താൻ. അപ്പൊ നമ്മൾ ഓദറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം മെയിനായിട്ട് അറിയപ്പെട്ടത് അദ്ദേഹത്തിന്റെ ഹോമോസെക്ഷാലിറ്റി ഇൻ ഇസ്ലാം എന്നുള്ള ബുക്കാണ് മെയിനായിട്ട് മൂപ്പർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ മൂപ്പർ സൂഫിസത്തിനെ പറ്റിയും പിന്നെ അതേപോലെ തന്നെ ദക്ഷിണേന്ത്യയിലുള്ള സൂഫിസം അതൊക്കെയാണ് മൂപ്പർ മെയിൻ വർക്കിന്റെ ഏരിയകൾ. അതൊക്കെ വെച്ചിട്ടാണ് മൂപ്പർ എന്ത് ചെയ്തത് മെയിനായിട്ട് അറിയപ്പെടാൻ തുടങ്ങിയത്. മൂപ്പർ ഈ ഇമോറി യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഗ്രാജുവേറ്റ് ആകുന്നത്. അതുപോലെ തന്നെ ഇപ്പം പ്രൊഫസറായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു ആർട്ടിക്കിൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ചിശ്തി ത്വരീഖത്ത് സ്വീകരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ പോലെയാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അദ്ദേഹം യഥാർത്ഥത്തിൽ മുസ്ലിമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ത്വരീഖത്ത് സ്വീകരിച്ച് അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാല് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ തൊപ്പികളും എന്തൊക്കെ എങ്ങനെ ലൈഫിനെ സ്വാധീനിക്കും എന്നറിയാൻ എനിക്ക് ആകെ ചെയ്യേണ്ടത് എന്റെ തലയൊക്കെ നോക്കുക എന്നുള്ളതാണ് മൂപ്പര് പറയുന്നത്. കാരണം എന്താ വെച്ചാല് മൂപ്പര് ഇന്ത്യക്ക് വന്ന് ചിശ്തി ത്വരീഖത്ത് സ്വീകരിക്കുമ്പോ ആദ്യമായിട്ട് തന്നെ ഒരു തൊപ്പി ഹുൽവ എന്നാണ് തൊപ്പിന്റെ പേര്. ആ തൊപ്പി അദ്ദേഹത്തിന്റെ ടീച്ചർ തലയിൽ വെച്ച് കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ഇത് തുടങ്ങുന്നത്. അദ്ദേഹം ചിശ്തി ത്വരീഖത്ത് സ്വീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ, അതായത് ഈ ഒരു തൊപ്പിയിൽ എന്തിരിക്കുന്നു, ഈ തൊപ്പിയോട് എന്തൊക്കെ ഇമ്പാക്ട് ഉണ്ടാക്കണമെന്ന് എനിക്ക് മനസ്സിലാക്കാൻ എനിക്ക് ജസ്റ്റ് ഒന്ന് എന്റെ തലയ്ക്ക് നോക്കാൻ മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ചിശ്തി ത്വരീഖത്തിലേക്ക് വന്ന സംഭവം പിന്നെ ഇന്ത്യയിൽ കാണുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്ന സാധനമാണ് വാട്ട്സ് ഇൻ എ ഹാറ്റ്, ഒരു തൊപ്പിയിൽ എന്തിരിക്കുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ആർട്ടിക്കിൾ തുടങ്ങുന്നത്. അപ്പോ അദ്ദേഹം അതിൽ പറഞ്ഞെന്താ വെച്ചാല് നമ്മളിപ്പോ ഒരു വെള്ളി ഇട്ടാല് നമ്മളൊരു മൊയിലാരിറ്റികളായി, അല്ലെ ഇപ്പൊ നമ്മള് ടൈ ഒക്കെ കെട്ടി ഒരു ഷൂട്ടോ അങ്ങനെ സാധനം നമ്മള് ഒരു ഓഫീസറായി ഒരു ഓഫീസ് വർക്കിന് പോണ ആള് അങ്ങനത്തെ സാധനം. അപ്പൊ നമ്മൾ എന്ത് ഡ്രസ്സ് ഇടുന്നോ ആ ഡ്രസ്സ് എന്നുള്ളത് നമ്മളെ ഡിഫൈൻ ചെയ്യും. അതേമാതിരി തന്നെ ഇപ്പൊ നമ്മളെ മനുഷ്യന്റെ ഇതിൽ തന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഈ ഫേസ്, തല എന്നല്ലേ. അപ്പൊ നോക്കണ ആക്കാൻ നേരെ ആ തലയേക്കാണ് നമ്മൾ നോക്കുക. അപ്പൊ അവിടേക്ക് നോക്കുമ്പോ ആ ഒരു തലയിലുള്ള ഒരു സാധനം എന്താണ് നമ്മളെ ഡിഫൈൻ ചെയ്തതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ രാജാക്കന്മാരൊക്കെ കിരീടം വെക്കുന്നത് അതുപോലെ പവറിനെ സൂചിപ്പിക്കാന് അങ്ങനത്തെ ഇതിനൊക്കെ വേണ്ടി ഒരു കിരീടം വെക്കണം. അതേമാതിരി ഈ ഒരു തൊപ്പി എന്നുള്ള നമ്മളെ തലേ ധരിക്കണോണ്ട് തന്നെ എന്തുണ്ട് അതിന്റെ ഒരു പവർ ഒറ്റ രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അതായത് തലേ ധരിക്കണോണ്ട് തന്നെ ഡ്രസ്സിനേക്കാളും ഒക്കെ ഒന്നുകൂടി ഒരു തലയെ നേരെ മുഖത്തേക്കാണ് നോക്കുക, നേരെ ശ്രദ്ധ കിട്ടുന്ന സാധനം ഈ തല എന്നല്ലേ. അപ്പൊ അവിടെ ഒരു തൊപ്പി ഉണ്ടാവുമ്പോ ആ തൊപ്പിയുടെ പവർ നമുക്ക് അതിന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണ് അദ്ദേഹം തുടങ്ങുന്നത്. അതേപോലെ തന്നെ മുപ്പർ പിന്നെ ഇവിടെ ഇന്ത്യയിലൊക്കെ കണ്ടുവരുന്ന തൊപ്പികളെ പറ്റി പറയുന്നുണ്ട്. അതായത് പൊതുവെ സൂഫി തൊപ്പി ഉണ്ടാവുക കമ്പിളിയിൽ നിർമ്മിച്ചിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിപ്പോ ഇന്ത്യയിൽ വരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ കമ്പിളി എന്നുള്ള ലക്ഷറി സൈനാണ്. പക്ഷെ സാധാരണ സൂഫികളായിട്ട് ലക്ഷറി ലൈഫ് അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഒരു പോവർട്ടി എന്നുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്ത് ഇന്ത്യത്തെ സൂഫികളൊക്കെ എന്തായാലും സാധാ കോട്ടൺ കൊണ്ടുള്ള തൊപ്പികളാണ് ധരിക്കുക. കാരണം ഓരോ പോവർട്ടി എക്സ്പ്രസ് ചെയ്യാൻ അതാണ് തന്നെ. കാരണം ഊണാകുമ്പോൾ എന്ത് ചെയ്യും ഓരോ ലക്ഷറി എക്സ്പ്രസ് ചെയ്യാനുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സാധനം ഈ സൂഫി എന്നുള്ള പദവും സോഫ് എന്നുള്ള പദത്തിലൊരു ബന്ധം. അതിനാണ് ഈ സൂഫി എന്നുള്ളത് വരുന്നത്. പരുത്തി എന്നുള്ള ആ ഒരു സാധനം കോട്ടൺ. ഇപ്പം ഇതിൽ പറയുന്നുണ്ട് ഈ സൂഫിസം എന്നുള്ളത് ശരിക്കും എന്താണ് പറയുന്നത്. അതായത് ഒരാളിപ്പം നഫ്സാനിയിൽ നിന്ന് റൂഹാനിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനെയാണ് സൂഫിസം എന്ന് പറയുന്നത്. അതാദ്യം നമ്മളെ ഇസ്ലാമിൽ പഠിപ്പിച്ചത് അലി റഹ്മാനാണെന്ന് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ചരിത്ര പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ മിഅ്റാജ് സമയത്ത് പോയപ്പോൾ അള്ളാഹു തആല എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പുതപ്പ് നൽകുന്നുണ്ട്. ഹിർക്ക എന്ന് പറയുന്ന ഒരു സാധനം ഹിർക്ക നൽകുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ വിശേഷിച്ച് ഹിർക്കത്തിൽ ഫക്കീരീൻ, അതായത് എന്റെ പോവർട്ടിയുടെ ഹിർക്ക എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 4 ഖലീഫാവിനെ വിളിച്ചിട്ട് ഓരോരുത്തരോട് ചോദിക്കും, ഞാൻ ഇത് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എന്താ ചെയ്യുക. അപ്പൊ ഓരോ ചിലർക്ക് പറയും ഞാൻ ഉദാര മനസ്കത കാണിക്കും, പിന്നെ നല്ല രീതിയിൽ ആരാധന ചെയ്യും, പിന്നെന്താ
സിൻസിയറിറ്റി അങ്ങനെ ഓരോരുത്തരുണ്ട്. പക്ഷെ അലിറഹ്മാൻ എന്ത് ചെയ്യും പറയും, ഞാൻ എന്ത് ചെയ്യും മറ്റുള്ളവരിൽ നിന്ന് എന്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പൊറിക്കുന്ന അറിയും. അപ്പൊ അള്ളാഹു താല ഇത് കൊടുക്കുമ്പോൾ ആദ്യം പറഞ്ഞിട്ടുണ്ടാവും, ഇങ്ങനെ ആരാണ് മറുപടി നൽകുന്നത് അയാൾക്ക് എന്ത് ചെയ്യും ഗിഫ്റ്റായി കൊടുക്കുക. അപ്പം ഇതിന്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു കൊടുക്കും. അപ്പൊ നഫ്സാനി റുഹാനി എന്നുള്ളത് അലി റളിയല്ലാഹു അൻഹു ആദ്യം പഠിപ്പിച്ചെന്ന് പറയുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് എന്താണ് ചിസ്തി ത്വരീഖ് തരുന്നില്ല, അവര് ഇതേപോലെ തൊപ്പിയും ഇതേപോലെ തന്നെ ഹെൽക്കകളും എന്ത് ചെയ്യുന്നുണ്ട് ടീച്ചേഴ്സ് മുഖേന ഇങ്ങനെ കൈമാറി പോകുന്നുണ്ട്. അതായത് അപ്പോ നബിതങ്ങള് അലിറഹ്ലാന് ഇങ്ങനെ കൊടുത്തുകൊണ്ടും അലിറഹ്ലാനിൽ നിന്ന് തുടർന്ന് വരുന്നുണ്ട്. അലിറഹ്ലാനാണ് സൂഫിസത്തിന്റെ മെയിൻ എന്നുള്ളൊരു സാധനമാണ് ഈ ഒരു ആർട്ടിക്കിളോട് നീളം അദ്ദേഹം കൊണ്ടുവരുന്നത്. പക്ഷെ ഇത് കോട്ട് ചെയ്ത ആമർ കുർദ് എന്നുള്ളൊരു ഷിയ തന്നെ ബേസിട്ടാണ്. അത് ഈ ഒരു ഇതില് അലിറഹ്ലാനിന് ഒരു ഇതായിട്ട് കൊടുക്കുന്ന രീതിയിലാണ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൂഫിസത്തിന്റെ ഒരു നോക്കുമ്പോ ഈ ആർട്ടിക്കിൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കുന്നെങ്കിൽ കൂടി സൂഫിസത്തിന്റെ ഒരു മെയിൻ ആയിട്ട് നമുക്ക് എന്തുകൊണ്ടും അബൂബക്കർ തന്നെ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. കാരണം എന്താ വെച്ചാല് ഈ നൂറ് എന്നുള്ള സാധനം, ഈ സൂഫിസത്തിന്റെ നൂറ് എന്നുള്ള സാധനം ആദ്യമായിട്ട് കൈമാറപ്പെടുന്ന പ്രവാചകങ്ങളിൽ നിന്ന് തങ്ങളിൽ നിന്ന് ആദ്യമായിട്ട് കൈമാറപ്പെടുന്ന അബൂബക്കർ തന്നെയാണ്. മറ്റേ ആ ഗുഹയിലിരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഹിജ്റക്ക് പോകുമ്പോ അവിടുന്ന് നമ്മൾ രണ്ടുപേരല്ല മൂന്നാമതായിട്ട് ഒരാൾ കൂടി ഉണ്ടെന്ന് പറഞ്ഞ എടുത്ത് വെച്ചിട്ടാണ് അത് സംഭവം നടക്കുന്നത്. അപ്പൊ ആ നൂറ് അപ്പോഴാണ് കൈമാറപ്പെടുന്നത്. അപ്പൊ എന്തുകൊണ്ടും ഈ സൂഫിസത്തിന് ആ നൂറ് അബൂബക്കർ തുടങ്ങുന്നോണ്ട് തന്നെ അബൂബക്കർ ആണ് ഈ ഒരു സൂഫിസത്തിന്റെ മെയിൻ ആയിട്ട് വരേണ്ടതെന്നാണ് ഒരു ഇതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷെ ഈ ഒരു ആർട്ടിക്കിൾ അദ്ദേഹം മുഴുവനായിട്ട് കൊണ്ടുപോകുന്നത് അലിറഹ്ലാനിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഹദീസുകളും മറ്റും വെച്ചിട്ടാണ്. പിന്നെ ഈ സൂഫി തൊപ്പിയെ രണ്ട് രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വേർതിരിക്കുന്നുണ്ട്, ഫ്ലാറ്റ് എൻഡും പിന്നെ റൈസറും. അതായത് മുകളിലേക്ക് പീക്കഡായി നിൽക്കുന്നതും അതേപോലെ തന്നെ സാധാ നമ്മളിപ്പോ ഇവിടെയൊക്കെ കണ്ടുവരുന്ന സാധാ രീതിയിൽ തൊപ്പി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അധികം ഇച്ചിരി ഫ്ലാറ്റ് ആൻഡ് ആയിട്ടുള്ള തൊപ്പിയാണെന്ന് മൂപ്പറ് അതായത് സ്പോർട്കൂൾ അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളോട് പറയുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ സൂഫി തൊപ്പിനെ അതിന്റെ ഓരോ എന്താ പറയാ അതിന്റെ സെന്ററിൽ കുറച്ച് പീക്കഡ് ആയിരിക്കും, പിന്നെ 4 കോർണേഴ്സ് ഉണ്ടാവും. പിന്നെ ചിസ്തി ത്വരീഖിന്റെ തൊപ്പിയാണ് ഇപ്പൊ നമ്മളെ എഴുത്തുകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം അതിന് ഓരോന്നിനും ഓരോ വിശദീകരണം നൽകുന്നത്. അതായത് സെന്ററിലത്തെ പീക്കഡ് ആ ഭാഗം എന്നുള്ളത് സെലസ്റ്റിയൽ വേർഡിനെ കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ 4 കോർണറിൽ 4 വിശദീകരണം മുപ്പറാണ്. അതായത് നെവർ ആസ്കിങ്, ഒരാളോട് എന്ത് ഒന്നും ചോദിക്കാതിരിക്കുക. പിന്നെ നെവർ സ്റ്റോറിങ്, ഒന്നും ശേഖരിക്കാണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ നെവർ ബി അഡ്മയർഡ്, മറ്റുള്ളവരാൽ ആരാധിക്കപ്പെടാതിരിക്കുക. പിന്നെ അതേപോലെ തന്നെ നെവർ ബി ഡിസ്ട്രാക്റ്റഡ്, ഈ നമ്മളിപ്പോ എന്ത് ചെയ്യുക ദുനിയാവില് മറ്റുള്ള സുഖലോലുപത്തിലൊന്നും അശ്രദ്ധമാനാവാതെ നേരെ എന്ത് ചെയ്യുക പഠിച്ചോ എന്നുള്ള ഒരു ചിന്തയിൽ മാത്രം എന്ത് ചെയ്യുക ജീവിക്കുക എന്നാണ് ഈ തൊപ്പി കൊണ്ട് അദ്ദേഹം ഈ 4 കോർണറിനുള്ള ഇന്റർപ്രിട്ടേഷനെ നൽകുന്നത്. അതേപോലെ തന്നെ ഈ തൊപ്പിയുടെ നിറം മഞ്ഞയാണ് പൊതുവെ ഉണ്ടാവുക. അപ്പൊ ഈ മഞ്ഞ എന്നുള്ളതിന്റെ അത് മുപ്പറ വിശദീകരണം വെച്ചിരുന്നൊരു എ സൈൻ ഓഫ് ജോയ് എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ രാവിലെ പോയപ്പോൾ ബുറാക്ക് കയറി പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ പ്രകാശം കൊണ്ടുള്ള ഒരു കിരീടം ഉണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും ഒരു കിരീടം ധരിച്ചിട്ടില്ല. അങ്ങനെ പറയാൻ പ്രകാശത്തിന് കിരീടം അതല്ലാത്ത വേറൊരു കിരീടം ജീവിതത്തിൽ ധരിച്ചിട്ടില്ല അങ്ങനെ പറയണ്ട. അപ്പം അവിടെ ഈ ക്യാപ്പ് എന്നുള്ള കിരീടം നമുക്ക് എന്ത് ചെയ്യാം ക്യാപ്പ് എന്നുള്ള രീതിയിൽ പറയാം. അപ്പൊ ഈ ക്യാപ്പും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉണ്ടായിരുന്നു പറയുമ്പോ അപ്പൊ ഈ തൊപ്പിയുടെ ഒരു സ്വാധീനം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ ഈ ആർട്ടിക്കിളിന്റെ തുടക്കത്തിൽ ഒരു ഫ്ലാഗിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മറ്റേ ഒരു സിംഹത്തിന്റെ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് സൂഫിസത്തിന്റെ പറഞ്ഞല്ലോ, അതായത് നഫ്സാനിയിൽ നിന്ന് റൂഹാനിയിലേക്കുള്ള മാറ്റാണ് ഈ സൂഫിസം എന്നാണ് മൂപ്പർ പറയുന്നത്. അപ്പൊ അതിന് മൂപ്പർ തെളിവായി ഉപയോഗിക്കുന്ന ജലാലുദ്ദീൻ റൂമിന്റെ ഒരു കവിത ഉണ്ട്. ആ കവിത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊടി, ആ കൊടിയിൽ എന്തുണ്ട് ഒരു സിംഹത്തിന്റെ ചിത്രം ഉണ്ട്. അപ്പൊ അത് കാറ്റടിക്കുന്നതനുസരിച്ച് എന്ത് ചെയ്യും ഇതിങ്ങനെ നല്ല വേഗത്തിലടിക്കുമ്പോ ആ സിംഹം ഓടുന്നതായിട്ട് മൂപ്പർ വിശദീകരണം. ആ കൊടി എന്നുള്ളത് എന്താണ് മനുഷ്യനാണ്. പിന്നെ അതിലേക്ക് വരുന്ന കാറ്റ് എന്നുള്ളത് മനുഷ്യന്റെ ചിന്തകളാണ്. അപ്പൊ ആ ചിന്തക്കനുസരിച്ച് എന്ത് ചെയ്യും ആ കൊടി ഇങ്ങനെ ആടിവരും, അതായത് മനുഷ്യന്റെ ബോഡി എന്ത് ചെയ്യും ഇങ്ങനെ ആടിവരും. അതാണ് അവന്റെ നഫ്സാനി. അതായത് അവന്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ എന്ത് ചെയ്യും നഫ്സാനിയിലായിരിക്കും അവന്റെ ജീവിതം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജെന്റിൽ പീരീസ് വരുമ്പോ എന്ത് ചെയ്യും മെല്ലെ ആയിരിക്കും അതിന്റെ ചലനം ഉണ്ടാവുക. അപ്പൊ എന്ത് ചെയ്യും ആ റൂഹാനിയിലേക്കുള്ള മാറ്റാണെന്നാണ് മൂപ്പർ സമർത്ഥിക്കുന്നത്. അതായത് ജലാലുദ്ദീൻ റൂമി പറയുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളെ സ്കൂളുകൾ പറഞ്ഞത് നഫ്സാനിയിൽ നിന്ന് റൂഹാനിയിലേക്കുള്ള മാറ്റത്തെയാണ് സൂഫിസം എന്ന് പറയുന്നതാണ് മൂപ്പർ പറഞ്ഞത്. പിന്നെ അദ്ദേഹം അങ്ങനെ വന്നിട്ട് ഇന്ത്യയിൽ കണ്ടുവരുന്ന വേറെ വേറെ ക്യാപ്പുകളെ കുറിച്ചും
ഒരു ക്യാപ്പിന്റെ ഒരു എത്രത്തോളം പ്രാമുഖ്യം ഉണ്ട് എന്നുള്ളത് ഞാൻ പറയുന്നുണ്ട്. അപ്പോ അതേപോലെ ഒന്നാണ് മറ്റേ സെൻട്രൽ ഏഷ്യ ഭാഗത്തുണ്ടല്ലോ മറ്റേ ഹനഫികളുടെ ഡീപ്പ് സ്വാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഹനഫി സ്കൂൾ ഓഫ് തോട്ടില് ഈ ഒരു തൊപ്പി എന്നുള്ള വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യപ്പെടുന്ന സാധനം. അവിടുത്തെ ഈ ഒരു ഹനഫി മതം കീപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളില് നമ്മൾ അവിടുത്തെ പള്ളികൾക്കും മറ്റൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ ആരാണ് നമ്മളോട് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയും തൊപ്പിയിടണം എന്നല്ലേ, നിസ്കരിക്കാൻ കയറാണല്ലോ അങ്ങനെയൊക്കെ. അതിനൊക്കെ അവിടെ തൊപ്പി പള്ളിക്കൽ മറ്റേ ഓല കൊണ്ട് മറ്റു സാധനങ്ങൾ തൊപ്പി ഉണ്ടാക്കി വെക്കും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മള് ഈ തൊപ്പിയുടെ തുർക്കി തൊപ്പി എന്നാണ് എന്ത് ചെയ്യുക ഈ സൂഫി തൊപ്പി പൊതുവെ പറയാറ്. പക്ഷെ നമ്മൾ ഈ തുർക്കി എന്നൊക്കെ നമ്മളൊക്കെ വിചാരിക്കും ഈ തുർക്കി എന്നുള്ള വേർഡ് നിന്നാണ് ഈ തുർക്കി രാജ്യത്തിന് വരുന്നത്. പക്ഷെ ശരിക്കും അങ്ങനെയല്ല. ഈ തെർക്ക് എന്നുള്ള സന്യാസ ജീവിതം എന്നുള്ള ഒരു വേർഡ് ഉണ്ട്. അതിൽ നിന്നാണ് എല്ലാം ഉപേക്ഷിക്കുക, അതായത് അതിന്റെ അർത്ഥം വരുന്ന എല്ലാം ഉപേക്ഷിക്കുക, എല്ലാം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതം നയിക്കുക. അതിനാണ് ഈ തെർക്ക് എന്ന് വരുന്നതും. അതും പിന്നെ നമ്മുടെ ഇടയിൽ പിന്നെ ഒരിക്കലും എന്തില്ല ഈ തുർക്കി എന്നുള്ളത് തുർക്കി രാജ്യത്തിനുള്ളതല്ല അല്ല. പിന്നെ അതേപോലെ തന്നെ ഈ തൊപ്പിയുടെ പല ലാംഗ്വേജിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഹിബ്രു ഭാഷയിൽ നോക്കുകയാണെങ്കിൽ കിപ്പ എന്നാണ് ഈ തൊപ്പി പറയാം. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഡോം അതേപോലെ തന്നെ ആർക്ക് എന്നൊക്കെയാണ്. ഈ ഡോമും ആർക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം പൊതുവെ എന്താണ് പള്ളിയിൽ ചെന്ന് കണ്ട പള്ളിയിലെ കിപ്പിലെ അടയാളപ്പെടുത്താൻ മെഹ്റാബ് ഉണ്ടാവും. ആ മെഹ്റാബിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ആർക്ക് പോലെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക തലയിൽ ഒരു കിബിലേനെ സൂചിപ്പിക്കുന്ന സാധനം കൊണ്ടെടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്ത് അവിടെ ഒരു ഡോം എന്നുള്ള രീതിയിൽ പറയാം. അത് അപ്പം നമ്മൾ ഓരോ തൊപ്പിക്ക് എന്ത് ചെയ്യാം പല രീതിയിലുള്ള അർത്ഥങ്ങളുണ്ട്. അതായത് ന്യൂരിശ ആൾക്കാർ ഒരു പ്രത്യേക തരം പകുതി നമ്മളിപ്പോ എന്താ പറയാ ഇവിടുന്ന് അതിങ്ങനെ പകുതി വളഞ്ഞിട്ടുള്ള തൊപ്പിയാണ് ഇരിക്കുക. അപ്പൊ അതിനെ ചന്ദ്രനെ പകുതി മുറിച്ച എങ്ങനെയാണ് ഉണ്ടാവുക, അങ്ങനെയാണോ? അതിനെപ്പറ്റി ഓരോ ചോദിച്ചപ്പോൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മോചിതത്തിന് ഭാഗമായിട്ട് ചന്ദ്രനെ പിളർത്തിയപ്പോൾ 2 കഷ്ണമായി മാറിയപ്പോൾ അതിൽ ഒരു ഭാഗം എങ്ങനെയുണ്ട് അതേപോലെ ഡിസൈൻ ചെയ്താണ് ആ ഒരു തൊപ്പി എന്നാണ് അവർ പറയുന്നത്. അതായത് ആ ഒരു ഇൻസിഡന്റിന്റെ ഓർമ്മക്കാണ്, ആ ഒരു സംഭവത്തിന്റെ ഓർമ്മക്കാണ് അവര് ഈ ഒരു രീതിയിൽ തൊപ്പി ഡിസൈൻ ചെയ്തിട്ടുള്ള പറയുന്നത്. അതായത് അങ്ങനത്തെ ഓരോ കണക്ഷൻസ് ഉണ്ട് ഈ ഓരോ സാധനത്തിനും. പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു സാധനം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത്രത്തോളം റെലവന്റ് ആണെന്ന് അറിയാം. കാരണം അതിലെ അവസാനം കുറച്ച് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സംഭവമാണ്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മെഹ്റാജിന്റെ സമയത്ത് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ കണ്ടത് ഒരു തൊപ്പി ധരിച്ച ഒരു യങ് ഹാൻസം മാൻ, അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അങ്ങനെ പറയാൻ വേറൊരു കാരണം കൂടി ഉണ്ട്. അതായത് അവർക്കിടയിൽ തൊപ്പിട്ട ആളാണ് ഏറ്റവും മൊഞ്ചനായ ആള് എന്നുള്ളതാണ് അവരുടെ ഒരു ആസ്പെക്ട് എന്ന് പറയുമ്പോൾ. അപ്പോ അങ്ങനെ ഒരു ഇതില് അള്ളാഹുവിനെ കണ്ടു എന്നുള്ളതാണ്, നബിതങ്ങൾ അള്ളാഹുവിനെ കണ്ടു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു സൂഫിന്റെ പേര് വേണ്ടി പറയുന്നുണ്ട്, അദ്ദേഹം അള്ളാഹുവിനെ ഈ രീതിയിൽ കണ്ടിട്ടുണ്ട് എന്നല്ല പറയുന്നത്. എത്രത്തോളം നമുക്ക് പിന്നെ സോയിസും അതിന് കൊടുത്തില്ലല്ലോ ഈ ഒരു ആർട്ടിക്കിളത്. പിന്നെ അതിനുശേഷം ഒരു ഹദീസ്, അതായത് നമ്മൾ കഅബയെ നോക്കുന്ന ആരാധനയാണ്, പിന്നെ നമ്മളെ സ്വന്തം മാതാപിതാക്കളെ നോക്കുന്ന ആരാധനയാണ്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ യങ് ഹാൻസം മാനിലേക്ക് നോക്കല് ആരാധന. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ തൊപ്പി ധരിച്ച, അതായത് തൊപ്പി ധരിക്കുമ്പോഴാണല്ലോ യങ് ഹാൻസം മാൻ ധരിക്കുമ്പോഴാണ് ഹാൻസം മാൻ ആവാന്നുള്ളത്. അതിലേക്ക് നോക്കൽ എന്താണ് ആരാധന എന്നാണ് മൂപ്പർ സമർത്ഥിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ മൂപ്പർ ഇന്ത്യയില് ഇപ്പം തൊപ്പിയുടെ ഓരോ ഇത് പറയുന്നുണ്ട്. അതായത് ബ്രിട്ടീഷുകാർ വന്നപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് ഗാന്ധിജി എന്ത് ചെയ്യുന്നുണ്ട്, ഓലെ കോട്ടൺസ് ഒക്കെ നിരോധിക്കുന്നുണ്ട്. അതായത് നിസ്സഹകരണ പ്രസ്ഥാന ഭാഗം ഒഴിവാക്കി പകരം ഗാന്ധിജി തന്നെ നെയ്തെടുത്ത ഖാദി എന്നുള്ളത് തുണി കൊണ്ടുവരാണ്. അപ്പൊ ഈ ഹിന്ദുക്കൾ എന്ത് ചെയ്ത് ഫുള്ള് ഖാദി കൊണ്ടുണ്ടാക്കിയ തൊപ്പിയാണ് ധരിച്ചത്. അതേ സമയത്ത് എന്ത് ചെയ്തു മുസ്ലിങ്ങൾ എന്ത് ചെയ്ത് കോട്ടൺ കൊണ്ടുള്ള തൊപ്പിയാണ് ധരിച്ചത്. കാരണം ഓരോ രണ്ട് കൂട്ടരുടെ ഇടയിലുള്ള ഡിഫറൻസ് മനസ്സിലാകാതിനൊരു വഴിയുള്ളത്. ഇപ്പൊ എല്ലാവരും ഖാദി തൊപ്പി വെച്ചുകൊണ്ടെങ്കിൽ എല്ലാവരും ഹിന്ദുക്കളാന്ന് വിചാരിക്കാന്ന് വെച്ചിട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും മുസ്ലിങ്ങൾ എന്ത് ചെയ്യും കോട്ടനും, ഹിന്ദുക്കൾ എന്ത് ചെയ്യും ഖാദിന്റെ തുണിയിലുള്ള തൊപ്പിയാണ് ധരിച്ചിരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോമൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്തഫ കമാൽ പാഷ ഭരണത്തിൽ വന്നപ്പോ ഇപ്പൊ ഫുള്ള് ഡീഇസ്ലാമൈസേഷൻ നടത്തുന്നുണ്ട്, മോഡേണൈസേഷൻ. അതായത് പള്ളികളൊക്കെ കാര്യത്തൊഴുത്താക്കി, പിന്നെ അയാ സോഫിയ കൊണ്ടും മ്യൂസിയത്തിലേക്ക് തന്നെ ചർച്ചോ മ്യൂസിയം മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്ത്രീകളെ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം നിർത്തിവെച്ച് പിന്നെ അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ മാറ്റി. അപ്പൊ ഈ ഒരു സമയത്തൊക്കെ എന്തിട്ട് അവിടെ തൊപ്പി ഒരു ഇസ്ലാമിക് സോളിഡാരിറ്റി അതുപോലെ നൊസ്റ്റാൾജി എന്നുള്ള രീതിയിലൊന്നും ആ തൊപ്പി അവിടെ ഒരു പ്രതീകമായി മാറിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ
ഈ ഹിബ്രുക്കാരും അതേപോലെ തന്നെ ഈ സെൻട്രൽ ഏഷ്യന്റെ ഭാഗത്തുള്ള ആൾക്കാർക്ക് എന്താണ് ഈ സൂഫി തൊപ്പി ധരിച്ചു വരുന്നത് മൂപ്പർ പറയുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് മൂപ്പർ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പർ 2018 ഇവിടെ ഇന്ത്യയിലെ സന്ദർശനം നടത്തിയപ്പോൾ ഇവിടെ വെറൈറ്റി ടൈപ്സ് ഓഫ് തൊപ്പി കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ആൾക്കാര് ഓല കൊണ്ട് മേടിച്ചുള്ള ഓല കൊണ്ട് കോർത്തുണ്ടാക്കിയ തൊപ്പിയും അതേപോലെ തന്നെ ചില ആൾക്കാർ ക്യാപ്പ് തിരിച്ചിട്ടിട്ട് സുജൂതി ചെയ്യുന്ന രീതിയിൽ ഗ്യാപ്പിന്റെ ഫ്രണ്ടിലുണ്ട് ചെയ്യാൻ പറ്റാത്തോണ്ട് പിന്നെ തല മറക്കണം എന്ന് മാത്രമുള്ള രീതിയിൽ ടവല് കൊണ്ട് ഇങ്ങനെ വരുന്നൊക്കെ മൂപ്പർ പറയുന്നുണ്ട്. പിന്നെ അവസാനം കൺക്ലൂഷൻ പറയാനാണെങ്കിൽ പിന്നെ അതിന് മുമ്പായിട്ട് ഈ ഒരു തലപ്പാവ് എന്നുള്ള സാധനത്തിനും ഈ തൊപ്പിയെ പോലെ തന്നെ ഒരു പ്രാമുഖ്യം നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അലിറുദ്ദാൻ ഒരു കിണറിന്റെ അടുത്ത് നിന്ന് ഒരു നേതൃത്വം കൊടുക്കാൻ നിൽക്കുമ്പോൾ, ജനങ്ങൾക്കിടയിൽ നേതൃത്വം കൊടുക്കാൻ നിൽക്കുമ്പോൾ പ്രോജക്ട് തലപ്പാവ് കെട്ടിയിട്ട് എന്താണ് എല്ലാവരും ഇങ്ങനെ ചെയ്യണം, ഇതൊരു സുന്നത്തായിട്ട് നബി തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ പ്രവാചക മതങ്ങളും പിന്നെ ഈ ഒരു തൊപ്പി എന്നുള്ള സാധനം ഇബാദത്ത് കർമ്മങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കും ഉപയോഗിക്കല് മുസ്തഹബ എന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. ഒന്നാമത് ഈ തലപ്പാവ് എന്നുള്ളത് അറബികളുടെ കിരീടാണെന്ന് നബിതങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അറബികൾക്കിടയിലെ കിരീടം എന്നുള്ളത് അവർ ധരിക്കുന്ന തലപ്പാവാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ തൊപ്പി എങ്ങനെയാണ് നമ്മളെ തലയിലേക്കും അതേപോലെ തന്നെ ഹൃദയത്തിലേക്കും ഒക്കെ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുക എന്ന് പറയുമ്പോൾ, ഈ തൊപ്പി ധരിക്കുമ്പോൾ നമുക്ക് സ്പിരിച്വലി ആയിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ എന്ത് ചെയ്യും നമുക്ക് തോന്നി തുടങ്ങും. അതിപ്പോ നമ്മളെ ഹെഡിനെയും അതുപോലെ തന്നെ ഹാർട്ടിനെയും ഒക്കെ എന്ത് ചെയ്യും സ്വാധീനിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് മൂപ്പർ എന്ത് ചെയ്ത് ക്യാപ്സ് ഹെഡ്സ് ഹെഡിങ് കൊടുത്തത്. പിന്നെ ആ കൺക്ലൂഷൻ പറയാനുണ്ട് മൂപ്പർ ഈ തൊപ്പി എങ്ങനെയാണ് നമ്മളെ ഹൃദയത്തിലേക്കും തലയിലേക്കും എങ്ങനെയൊക്കെയാണ് ഈ സ്വാധീനം ചെലുത്തുന്നതെന്ന് മൂപ്പർ പറയുന്നുണ്ട്. അതായത് നമ്മളിപ്പം തൊപ്പി ധരിക്കലോട് നമുക്ക് എന്താണ് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു മാറ്റം അവിടെ കൈവരിക്കാൻ സാധിക്കുന്നുണ്ട്. അത് പിന്നെ നമ്മളെ ഹെഡിലേക്കും അതേപോലെ തന്നെ ഹെഡ്സിലേക്കും അത് സ്വാധീനം ചെലുത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് മൂപ്പർ കൺക്ലൂഷൻ പറയുന്നത്. ഈ ആർട്ടിക്കിൾ മൊത്തത്തിലൊന്ന് നോക്കുകയാണെങ്കിൽ അദ്ദേഹം തുടക്കത്തിൽ പറയുന്നതും ഈ ആർട്ടിക്കിൾ ഉടനീളം അദ്ദേഹം ഒരു ചിഷ്ടി ത്വരീഖത്ത് സ്വീകരിച്ച് ആ ഒരു ചിഷ്ടി ആയിട്ട് കൊണ്ടാണ് അദ്ദേഹം ഒരു ആർട്ടിക്കിൾ അധികം സാധനങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹം കൊണ്ട് ഇന്ത്യക്ക് വന്നപ്പോണ്ടായ സംഭവം അങ്ങനത്തെ കുറെ സാധനങ്ങൾ അദ്ദേഹത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ ഒരു കുറെ ഷിയ ടച്ചിലെ സാധനങ്ങളും ഹദീസുകളൊക്കെ ആയിട്ട് ഇതില് അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരുപാട് സംഭവങ്ങളും പിന്നെ ഒരുപാട് റൂമിന്റെയും സാദിന്റെ ഒരുപാട് കവിതകളും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട് സൂഫിസത്തിന്റെ. പിന്നെ ഒരുപാട് പോയിന്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അദ്ദേഹം ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോ ദ ലിവിങ് ട്രഡീഷൻ സൂഫിസം ബിയോണ്ട് മിസ്റ്റിക്സ് എന്നുള്ള തീമിൽ ഇനി ഒരുപാട് ഡിസ്കഷൻസ് നടക്കാണ്ട് ഈ ഒരു പുസ്തകത്തിൽ തന്നെ ഇസ്ലാം ത്രൂ ഒബ്ജക്ട്സ് ഉണ്ട്. അപ്പോ ബാക്കി സീരീസിലൊക്കെ കാണാം. ജസ്റ്റ് സൈനിങ് ഓഫ്. അസ്സലാമു അലൈക്കും.